നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ അനഘ പ്രമോദ്. നാട്ടുനന്മയുടെ LP വിഭാഗം പത്രക്വിസിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡോടുകൂടി നമ്മുടെ മത്സര പരിപാടിക്ക് തിരശീല വീഴുകയാണ്. സ്കൂൾ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 15 വർഷമായി നടത്തിവരുന്ന മത്സര എഴുത്തു പരീക്ഷയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംവിധാനത്തിൽ നടത്തേണ്ടി വന്നത്. എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരെ പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കളോടും മറ്റ് എല്ലാവരോടും നാട്ടുനന്മയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് പത്രക്വിസ് മത്സരത്തിലേക്ക് പോകാം. എല്ലാ തവണയും പറയാറുള്ളത് പോലെ തന്നെ ഉത്തരപേപ്പറിൻ്റെ വലതുഭാഗത്തായി പേര്, വിലാസം, സ്കൂളിൻ്റെ പേര്, പഠിക്കുന്ന ക്ലാസ്, ഫോൺ നമ്പർ എന്നിവയും ഇടതുഭാഗത്തായി 1 മുതൽ 25 വരെയുള്ള ക്രമനമ്പറും എഴുതി വയ്ക്കുക. പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായി LP വിഭാഗത്തിൽ മാത്രം ഇതുവരെ ലഭിച്ച മാർക്ക് കൂടി എഴുതി വയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നവ വാട്സപ്പായി അയക്കുമ്പോൾ അവ വായിക്കുവാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പാക്കണം. എല്ലാവരും തയ്യാറായെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 22, ഓപ്ഷൻ ബി ഏപ്രിൽ 7, ഓപ്ഷൻ സി ജൂൺ 1. ഓപ്ഷൻ എ മാർച്ച് 22, ഓപ്ഷൻ ബി ഏപ്രിൽ 7, ഓപ്ഷൻ സി ജൂൺ 1. രണ്ടാമത്തെ ചോദ്യം: 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള ചിത്രം? 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള ചിത്രം? ഓപ്ഷൻ എ ജല്ലിക്കെട്ട്, ഓപ്ഷൻ ബി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, ഓപ്ഷൻ സി നായാട്ട്. ഓപ്ഷൻ എ ജല്ലിക്കെട്ട്, ഓപ്ഷൻ ബി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, ഓപ്ഷൻ സി നായാട്ട്. മൂന്നാമത്തെ ചോദ്യം: ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ എ ഓട്ടംതുള്ളൽ, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി ചാക്യാർ കൂത്ത്. ഓപ്ഷൻ എ ഓട്ടംതുള്ളൽ, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി ചാക്യാർ കൂത്ത്. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ കടപ്പുറം, ഓപ്ഷൻ ബി കോഴിക്കോട് കടപ്പുറം, ഓപ്ഷൻ സി താനൂർ കടപ്പുറം. ഓപ്ഷൻ എ പയ്യന്നൂർ കടപ്പുറം, ഓപ്ഷൻ ബി കോഴിക്കോട് കടപ്പുറം, ഓപ്ഷൻ സി താനൂർ കടപ്പുറം. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിൽ അവസാനമായി അടുത്തു നടന്ന തിരഞ്ഞെടുപ്പ് ഏതാണ്? കേരളത്തിൽ അവസാനമായി അടുത്തു നടന്ന തിരഞ്ഞെടുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ എ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആറാമത്തെ ചോദ്യം: കുട്ടികളുടെ മികച്ച പുസ്തകത്തിനുള്ള 2020 കേന്ദ്ര സാഹിത്യ പുരസ്കാരം നേടിയ നോവൽ? കുട്ടികളുടെ മികച്ച പുസ്തകത്തിനുള്ള 2020 കേന്ദ്ര സാഹിത്യ പുരസ്കാരം നേടിയ നോവൽ? ഓപ്ഷൻ എ മീശ, ഓപ്ഷൻ ബി ബാലു, ഓപ്ഷൻ സി യന്ത്രം. ഓപ്ഷൻ എ മീശ,
ഓപ്ഷൻ ബി ബാലു, ഓപ്ഷൻ സി യന്ത്ര. ഏഴാമത്തെ ചോദ്യം. ഈ വർഷത്തെ വനിതാ വിഭാഗം സീനിയർ ദേശീയ വോളിബോൾ കിരീടം നേടിയ സംസ്ഥാനം. ഈ വർഷത്തെ വനിതാ വിഭാഗം സീനിയർ ദേശീയ വോളിബോൾ കിരീടം നേടിയ സംസ്ഥാനം. ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കേരള. ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കേരള. എട്ടാമത്തെ ചോദ്യം. 2020 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ഷൈഖ് മുജീബ് റഹ്മാൻ ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ്? 2020 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ഷൈഖ് മുജീബ് റഹ്മാൻ ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഒൻപതാമത്തെ ചോദ്യം. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയാണ്? തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയാണ്? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 24. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 24. പത്താമത്തെ ചോദ്യം. അടുത്തിടെ തമിഴ് സിനിമാ താരം രജനീകാന്തിന് ലഭിച്ച പുരസ്കാരം എന്താണ്? അടുത്തിടെ തമിഴ് സിനിമാ താരം രജനീകാന്തിന് ലഭിച്ച പുരസ്കാരം എന്താണ്? ഓപ്ഷൻ എ ജെ.സി. ഡാനിയൽ പുരസ്കാരം, ഓപ്ഷൻ ബി ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം, ഓപ്ഷൻ സി ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഓപ്ഷൻ എ ജെ.സി. ഡാനിയൽ പുരസ്കാരം, ഓപ്ഷൻ ബി ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം, ഓപ്ഷൻ സി ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 11ാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ നദീ സാംസ്കാരിക മ്യൂസിയം ആയ നിള പൈതൃക മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ നദീ സാംസ്കാരിക മ്യൂസിയമായ നിള പൈതൃക മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പട്ടാമ്പി, ഓപ്ഷൻ ബി പൊന്നാനി, ഓപ്ഷൻ സി തിരുനാവായ. ഓപ്ഷൻ എ പട്ടാമ്പി, ഓപ്ഷൻ ബി പൊന്നാനി, ഓപ്ഷൻ സി തിരുനാവായ. 12ാമത്തെ ചോദ്യം. ഫിലമെന്റ് രഹിത പദ്ധതിയുടെ ലക്ഷ്യമെന്താണ്? ഫിലമെന്റ് രഹിത പദ്ധതിയുടെ ലക്ഷ്യമെന്താണ്? ഓപ്ഷൻ എ വൈദ്യുതി ഉപയോഗവും ചെലവും കുറയ്ക്കൽ, ഓപ്ഷൻ ബി വീടുകളിലെ വൈദ്യുതി പ്രകാശം കൂട്ടുന്നതിന്, ഓപ്ഷൻ സി മഴക്കാലത്തെ വൈദ്യുതി ഉൽപാദനം കൂട്ടാൻ. ഓപ്ഷൻ എ വൈദ്യുതി ഉപയോഗവും ചെലവും കുറയ്ക്കൽ, ഓപ്ഷൻ ബി വീടുകളിലെ വൈദ്യുതി പ്രകാശം കൂട്ടുന്നതിന്, ഓപ്ഷൻ സി മഴക്കാലത്തെ വൈദ്യുതി ഉൽപാദനം കൂട്ടാൻ. 13ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി വരുന്നത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി തിരുവനന്തപുരം. 14ാമത്തെ ചോദ്യം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ എ വി ഭാസ്കരൻ, ഓപ്ഷൻ ബി ഷാജഹാൻ, ഓപ്ഷൻ സി കമാൽ പാഷ. ഓപ്ഷൻ എ വി ഭാസ്കരൻ, ഓപ്ഷൻ ബി ഷാജഹാൻ, ഓപ്ഷൻ സി കമാൽ പാഷ.
15ാമത്തെ ചോദ്യം. മൃഗങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറെടുക്കുന്ന രാജ്യം. മൃഗങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറെടുക്കുന്ന രാജ്യം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി റഷ്യ. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി റഷ്യ. 16ാമത്തെ ചോദ്യം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി ധർമ്മടം, ഓപ്ഷൻ സി കൂത്തുപറമ്പ്. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി ധർമ്മടം, ഓപ്ഷൻ സി കൂത്തുപറമ്പ്. 17ാമത്തെ ചോദ്യം. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഏത് മതവും സ്വീകരിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഏത് മതവും സ്വീകരിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ഹൈക്കോടതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി ഡൽഹി കോടതി. ഓപ്ഷൻ എ ഹൈക്കോടതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി ഡൽഹി കോടതി. 18ാമത്തെ ചോദ്യം. ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി ജയറാം. ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി ജയറാം. 19ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിയായിരുന്ന വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിയായിരുന്ന വ്യക്തി. ഓപ്ഷൻ എ ഉമ്മൻചാണ്ടി, ഓപ്ഷൻ ബി കെ എം മാണി, ഓപ്ഷൻ സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓപ്ഷൻ എ ഉമ്മൻചാണ്ടി, ഓപ്ഷൻ ബി കെ എം മാണി, ഓപ്ഷൻ സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 20ാമത്തെ ചോദ്യം. മുരുകൻ കാട്ടാക്കട ഏതു മേഖലയിൽ പ്രശസ്തനാണ്? മുരുകൻ കാട്ടാക്കട ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ എ നാടക നടൻ, ഓപ്ഷൻ ബി കവി, ഓപ്ഷൻ സി ഗായകൻ. ഓപ്ഷൻ എ നാടക നടൻ, ഓപ്ഷൻ ബി കവി, ഓപ്ഷൻ സി ഗായകൻ. 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ ചിത്ര പ്രദർശനമാണ്. 21ാമത്തെ ചിത്രം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരെന്താണ്? 22ാമത്തെ ചോദ്യം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക. 23ാമത്തെ ചോദ്യം. ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണ്? 24ാമത്തെ ചോദ്യം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക. 25ാമത്തെ ചോദ്യം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ്? ഈ എപ്പിസോഡിലെ ചോദ്യങ്ങളുടെ ഉത്തര പേജ് ഇപ്പോൾ തന്നെ 9959500507 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വൈകി വരുന്നവ പരിഗണിക്കുന്നതല്ല. ഇതോടുകൂടി ഈ വർഷത്തെ നാട്ടുനന്മ ഓൺലൈൻ പത്രക്യൂസ് ഇവിടെ സമാപിക്കുന്നു. ഇതിൽ പങ്കാളിയായ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മധ്യവേനൽ അവധിയിൽ നാട്ടുനന്മ ഒരുക്കുന്ന പൊതു സംരംഭവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.